ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബീഫ് ബിരിയാണിയാണ്. എല്ലാവർക്കും ബീഫ് ബിരിയാണി ഇഷ്ടമല്ലേ? ബിരിയാണികളിൽ ഏറ്റവും അടിപൊളി ഒരു ബിരിയാണിയാണ് ബീഫ് ബിരിയാണി. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ജീരകശാല അരി 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 1.5 കിലോ ബീഫാണ്. അതും വളരെ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് സ്ട്രെയിനറിൽ വെള്ളം പോകാൻ ഇട്ട് വെക്കാം. പിന്നെ 7 സവോള മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 2 വലിയ തക്കാളി വേണം. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതൊരു 4 ടേബിൾ സ്പൂൺ വേണം. ഇനി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റും കൂടെ ഇട്ട്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും കൂടെ ചേർക്കുക. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്കിതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ബീഫിൽ തന്നെ വെള്ളം വേവുമ്പം ഇറങ്ങിക്കോളും, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. അതിനുശേഷം കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചെന്ന് 2 സവോള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി വെക്കാം. എന്നിട്ടൊന്ന് ഇതുപോലെ വിടുവിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്ത് കോരാം. ഇനി ആ ബാക്കി വന്ന അതേ എണ്ണയിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ഇത്രയും സാധനങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ച നമ്മളെ അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം. അരി ഇതുപോലെ വറുത്തെടുക്കുമ്പം ചോറ് നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ വിട്ട് നിൽക്കുകയും ചെയ്യും, ഒട്ടിപ്പിടിച്ചിരിക്കില്ല. പിന്നെ ചോറ് വെക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നു. ആ തിളച്ച വെള്ളം നമുക്ക് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഇളക്കി ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ വേഗം തന്നെ അടിയിൽ പിടിച്ചു പോവും. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വേഗം വഴണ്ട് കിട്ടും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 ടേബിൾ സ്പൂണും 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലിടക്ക് നമ്മളെ ചോറ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മസാലയിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മളെ തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മളെ സ്പൈസസ് ആയ കുരുമുളക് പൊടി 1 ടീസ്പൂണും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ തന്നെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില പുതിനയില അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫില്ലേ, അത് നന്നായിട്ട് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ്സോളം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ദം ചെയ്യുക. നമ്മൾ വേവിച്ച് വെച്ച ചോറിന്ന് 1/2 ഭാഗം ചോറെടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല വെതറിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതുപോലെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നമ്മളെ സവോള ഇല്ലേ, ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ വെതറിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതുപോലെ തൂവി കൊടുക്കുക.
ശേഷം നമ്മളെ ബാക്കിയുള്ള ചോറും കൂടെ ഈ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യും നമ്മൾ മല്ലിയില പുതിനയില വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഓനിയൻ ഗരം മസാല ഒക്കെ ചേർത്ത് ഞാൻ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും പാലിൽ കലക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നമുക്ക് മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ദം ചെയ്യും. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്